നമ്മൾ ഇന്ന് ഉരുളൻകിഴങ്ങ് മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 വലിയ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സബോള വലുതാക്കി അരിയുക, തക്കാളി, പിന്നെ നമുക്ക് വറുത്തരയ്ക്കുന്നതിന് ആവശ്യമായ അരമുറി നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉള്ളി താളിക്കുന്നതിന് ആവശ്യമായി ചുവന്നുള്ളി. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങും സബോളയും തക്കാളിയും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലടിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നാളികേരം വറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായി ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരൽപ്പം കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഉരുളൻകിഴങ്ങിന് ഗ്യാസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് അത് പരിഹരിക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒരൽപ്പം കൂടുതൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരം ഒരിഞ്ഞു വരുന്നതിന് വരെ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും സബോളയും തക്കാളിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയൊരു തള വന്നാൽ മതി, ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി താളിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യാത്തവരെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.